ഭീകരരെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ട്. ഭീകരരെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗം പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. യുദ്ധ സാഹചര്യത്തിൽ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നും ഭീകരൻ മസൂദ് അസറിനെ വിട്ടുകിട്ടാൻ നടപടി വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അതിനിടെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ഇന്ത്യൻ സൈന്യം തകർത്തു. മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തകർന്ന മിസൈലുകളുടെ ചിത്രം സൈന്യം പുറത്തുവിട്ടു. എന്നാൽ ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ പാകിസ്ഥാൻ നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകി. ബാലിച്ചിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിൽ 14 സൈനികർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. യുദ്ധത്തിൻ്റെ മറവിൽ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് രാജ്യം നിരീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ്.